വളാഞ്ചേരി കുറ്റിപ്പുറ റോട്ടിൽ റോയൽ റുമാലിയുടെ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് HDFC ബാങ്കിൻ്റെ അടുത്തായിട്ട് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെ മെയിൻ ഡിഷസ് എന്ന് പറയുമ്പോൾ ഷവർമയും മറ്റൊന്ന് ഷവായിയാണ്. നമ്മൾ നേരെ ഷോപ്പിൽ കയറി ചെല്ലുമ്പോൾ തന്നെ പുറത്തായിട്ട് ഏകദേശം ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇനി അഥവാ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒരു 8 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളിലുണ്ട്. ഏതൊരു സ്പോട്ടിൻ്റെ റിവ്യൂ ചാനൽ വരാന്നുണ്ടെങ്കിലും അവിടെ മുന്നേ പോയിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് റിവ്യൂ ചെയ്യാറ്. ഇവിടെ അതേപോലെ തന്നെ ഒന്നിൽ കൂടുതൽ തവണ മുന്നേ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഈ റിവ്യൂ ചെയ്യുന്നത്. സ്പോട്ടിൽ പോയ ആളുകൾ പെടണ്ട എന്നുള്ള ലക്ഷ്യമുണ്ട്. അതേപോലെ തന്നെ മാക്സിമം ആളുകളിലേക്ക് ഹോണസ്റ്റ് റിവ്യൂ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ അതിൻ്റെ പിന്നിലുണ്ട്. എന്തായാലും റോട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് ഷവായക്കുള്ള ചിക്കൻ കറങ്ങുന്നത്. പൊതുവെ എല്ലാ കടകളിലും അത് ആളുകളെ അട്രാക്ട് ചെയ്യുന്ന രൂപത്തിലാണ് സെറ്റ് ചെയ്യാറുള്ളത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഷവായമെന്ന് ഇറ്റി വീഴുന്ന മസാലയും ഇതിൻ്റെ ഫാറ്റും ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ തന്നെ നമുക്ക് വ്യത്യസ്ത ഡിഷിനായിട്ട് അത് ഉപയോഗിക്കുന്നതും ഇതിൽ തന്നെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഓർഡർ ഇവിടെ മുന്നേ പ്ലേസ് ചെയ്തിരുന്നു. ഒരു ഹാഫ് ഷവായും അതേപോലെ തന്നെ ഷവർമ 2 രൂപത്തിലായിട്ട് നോർമൽ റോളർ ടൈപ്പിലും മറ്റാ രൂപത്തിലും ഷവർമ ഓർഡർ ചെയ്തിരുന്നു. ഷവായ ഇവിടെ 2 ടൈപ്പിലുണ്ട്. സാധാരണ നോർമൽ ഷവായ ഉണ്ട്, അതിൽ തന്നെ മസാല രൂപത്തിൽ മേലെ മസാല ഒഴിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഐറ്റം ഇവിടെ അവൈലബിൾ ആണ്. ഷവായ എന്ന് പൊതുവെ പറയുമ്പോൾ അത് ഒരുപാട് സ്പൈസി ഉണ്ടാവില്ല. പൊതുവെ സ്പൈസുകൾ കുറഞ്ഞിട്ട് ഒരു റോ ടേസ്റ്റ് നൽകുന്ന ഒരു ഡിഷാണ്. അതുകൊണ്ടാവണം ഇതിൻ്റെ സെറ്റിങ്ങിൽ ഇവർ ഏകദേശം 2-3 ഡിപ്പ് നൽകുന്നുണ്ട്. ഒരു ഡിപ്പ് ബീട്രൂട്ട് സുർക്ക മിക്സാണ്, ഒന്ന് നല്ല കട്ടിയിലും കനത്തിലും മയണീസാണ്. അതോടൊപ്പം തന്നെ ഇനി മസാല വേണ്ടിയിരിക്കും, സ്പൈസി ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ താഴെ ഞാൻ മുന്നേ ഈ ഡിഷിന് വേറെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞ അതേ മസാല ഇട്ടുകൊണ്ട് ആണ് 3ാമത്തെ ഒരു ഡിപ്പ് അവിടെ നൽകുന്നത്. മസാല ഷവായ ഉണ്ടാക്കുന്നതും അവിടെ മുന്നേ കളക്ട് ചെയ്ത് വെച്ച ആ മസാല ഉപയോഗിച്ചുകൊണ്ടാണ്. ഏത് ഷവായ എടുത്താലും ഒരേ പ്രൈസാണ്. മസാല ഉള്ളതാണെന്നുണ്ടെങ്കിലും നോർമൽ അറബിക്കാന്നുണ്ടെങ്കിലും അതിൻ്റെ കൂടെ ഇതുപോലെ ഓരോ കുബൂസും വെച്ചിട്ടാണ് നമുക്ക് സെർവ് ചെയ്ത് തരാം. അതേപോലെ തന്നെ അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഷവർമ. ഷവർമ അവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് ചാർക്കോളിലാണ്. 2 ടൈപ്പിന് പുറമെ 5 ടേസ്റ്റിലായിട്ട് റോളുകൾ അവൈലബിൾ ആണ്. നോർമൽ ഷവായ ഉണ്ട്, ഫുൾ മീറ്റിലുണ്ട്, ലെബനീസ് ഉണ്ട്, സ്പൈസി ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പുറമെയാണ് ഹസൻ മത്താർ എന്നുള്ള രൂപത്തിൽ ഒരു ഡിഫറെൻറ്റ് ഷേപ്പിൽ മത്താർ രൂപത്തിലായിട്ട് അവർ ഷവർമ ചെയ്തു തരുന്നത്. റെഡിയായ ചിക്കന് സ്ലൈസ് ചെയ്യുന്നതും സ്ലൈസ് ചെയ്തതിന് ശേഷം ചിക്കന് ചോപ്പ് ചെയ്യുന്നതൊക്കെ ഇതിലിങ്ങനെ കാണാം. ചോപ്പ് ചെയ്ത ചിക്കന് ഏകദേശം ഈ പരുവത്തിലാവുമ്പോഴാണ് വ്യത്യസ്ത റോളുകൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. ഷവർമകളെല്ലാം റാപ്പ് ചെയ്യുന്നത് റുമാലിയിലാണ്. ആദ്യം മയണീസ് തേച്ചതിന് ശേഷം മുന്നേ ചോപ്പ് ചെയ്ത് വെച്ച ചിക്കന് വേണ്ട ക്വാളിറ്റിയിൽ അതിൽ ഫില്ല് ചെയ്യും. വീണ്ടും അതിലേക്ക് മയണീസ് ആഡ് ചെയ്യും. നമുക്ക് അവിടുന്ന് സെർവ് ചെയ്യുന്ന മയണീസും ഇതിൽ അവർ യൂസ് ചെയ്യുന്ന മയണീസും തമ്മിൽ കനത്തിൻ്റെ കാര്യത്തിൽ മാറ്റമുണ്ട്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തതുപോലെ വ്യത്യസ്ത മസാലകൾ യൂസ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് കസ് ആഡ് ചെയ്യും. അതോടൊപ്പം തന്നെ ടേസ്റ്റിന് ഫ്രൈസ് ആഡ് ചെയ്യും. വീണ്ടും മയണീസ് ആഡ് ചെയ്തതിന് ശേഷമാണ് റോൾ റാപ്പ് ചെയ്യുന്നത്. ശേഷം ഷവർമ എടുത്തിട്ട് സാൻഡ്വിച്ച് മിക്സിൽ പ്രസ് ചെയ്യാൻ വെക്കും. ഏറെക്കുറെ ഈ രൂപത്തിൽ തന്നെയാണ് ഹസൻ മത്താർ അവിടെ ഉണ്ടാക്കുന്നത്. ഷവർമകളിൽ വ്യത്യസ്ത ടൈപ്പ് മസാലകൾ ഉണ്ടായത് കൊണ്ടാവാം ഷവായിനെ അപേക്ഷിച്ചിട്ട്
സുർക്കയിലുള്ള ബീട്രൂട്ടിൻ്റെ മിക്സും അതുപോലെ തന്നെ ഷവായയുടെ മസാലയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മസാല മിക്സും ഇതിൽ സെർവ് ചെയ്യപ്പെടാറില്ല. ഫുഡൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് സെർവ് ചെയ്യപ്പെട്ടു. ഷവർമ സ്പൈസി ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സാധനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മത്താറ് ടേസ്റ്റ് ചെയ്തു. മത്താറും അടിപൊളിയായിരുന്നു. പിന്നീട് മസാല ഷവായ ടേസ്റ്റ് ചെയ്തു. ഞാൻ അത്രാണ്ട് മസാല ലോവറല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് കൂടുതൽ കഴിച്ചില്ല എന്നുള്ളൂ. പക്ഷേ വ്യത്യസ്ത ടേസ്റ്റ് തന്നെയായിരുന്നു സാധനം. പിന്നെ കഴിച്ചത് നോർമൽ ഷവായാണ്. ഓവറോൾ എല്ലാം അടിപൊളിയാണ്. അവിടുത്തെ പ്രൈസ് ആണെങ്കിൽ തന്നെ ഒരു മിതമായ റേറ്റേ ഉള്ളൂ. ആ റേറ്റിനുള്ള ടേസ്റ്റും മുതലും സാധനം ഉണ്ടെന്ന് നമുക്ക് കഴിക്കുമ്പോൾ ഫീൽ ആവുന്നുണ്ട്. ടോട്ടലായിട്ട് അവിടുന്ന് വന്ന ബില്ല് 520 ആ 520 നമ്മൾ കഴിച്ചിട്ടുണ്ടെന്നുള്ളൊരു ഫീല് അവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ കുടിക്കാനായിട്ട് നോർമൽ സോഫ്റ്റ് ഡ്രിങ്ക്സ്, മൊജിറ്റോസ്, ഫ്രഷ് ജ്യൂസ് അവിടെ അവൈലബിൾ ആണ്. ഏതായാലും പുതിയൊരു സ്പോട്ടും പുതിയ ടേസ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.